ഹായ് ഫ്രണ്ട്സ്, നമുക്ക് സ്റ്റോറിക്ക് പോവാം. നമുക്ക് ഓക്കെ. ആ പ്രിയ, എന്തു പറ്റി അമ്മ? ആ ആ, അച്ഛനോട് വിളിക്കാൻ പോ. അമ്മ അച്ഛനെ വിളിക്കണ? അയ്യോ, നിന്റെ അച്ഛനെ അവിടെ പോയി അവന് കാണുന്നില്ല. പോയി വിളിച്ചോണ്ട. അമ്മ അച്ഛൻ എന്നെ എടാ വിളിക്കണേ. എൻ്റെ ഭർത്താവ്, ഞാൻ എങ്ങനെ അവനെ വിളിക്കും? പോ, നിന്റെ അച്ഛനെ വിളി പോ. ഈ അച്ഛൻ എവിടെ? എടാ, എവിടെടാ അച്ഛ? ചേച്ചി ചേച്ചി, എനിക്കറിയില്ല. പോ പോ. അച്ഛനോട് എന്തോ എന്തോ കളിക്കാൻ പോയിന്നാ തോന്നുന്നു. പോ. എന്ത് കളിക്കാൻ പോയിനാ? എവിടെ? നിന്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലൊക്കെ. എന്ത് റോസിൻ്റെ വീട്ടിലൊക്കെ? അതെ അതെ, റോസിൻ്റെ ഡാഡിയും അവരെ ക്രിക്കറ്റ് കളിക്കാം. പോയിട്ട് നോക്ക്. എന്ത് ക്രിക്കറ്റാ? ആ, പോ പോ. ഞാനും പോവാം ക്രിക്കറ്റ്. അമ്മ, എനിക്ക് ജ്യൂസ് വേണം. ബോട്ടിൽ ഇതാടാ ജ്യൂസ്. ശരി, താങ്ക്സ് മോം. ഞാൻ പോവാം. വാ, നമ്മൾ രണ്ടുപേരും പോവാം. അങ്ങനെ രണ്ടുപേരൊക്കെ ഹീറോ ഡാഡി നല്ല ക്രിക്കറ്റ് തല്ല ഇങ്ങനെ സിക്സ് അടിച്ച്. വാവ്, ഞാൻ സിക്സ് അടിച്ച് ഇങ്ങനെ വീട്ടിൽ. ഡാഡ് എന്തമ്മാ ഇവള് വന്നു? ഓ, എന്താമ്മാ? മമ്മി വിളിക്കോ? ഡാഡി പോ, ലേറ്റായി ഓഫീസ് പോകണ്ടേ ഡാഡിക്ക്. അയ്യോ, മണി എത്രയും? മണി 6:30. എന്ത് 6:30യാ? എന്ത് ഡാഡി എപ്പോൾ വന്നത്? സാരിമ്മ, ലേറ്റായി എനിക്ക്. പോ ഡാഡി. ശരിമ്മ ടെൻഷൻ ആണ്ട. ലൈറ്റ് ഇട്ടിട്ടായിരുന്നു ക്രിക്കറ്റ് കളിക്കാൻ. ഓടിപ്പോയി. ഇതാ ഡാഡിക്ക് ജ്യൂസ്. ശരി, താങ്ക്സ് മാ. വാ. അങ്ങനെ രണ്ടുപേരും വീട്ടിലൊക്കെ പോയി. അങ്ങനെ ഡാഡി കുളിച്ച് ഫ്രഷായി ഡിന്നർ കഴിച്ചു. അങ്ങനെ ഇപ്പോൾ 7 മണിയായി. ഡാഡി, എന്നെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമോ? ശരിമ്മാ, ടെൻഷനൊന്നും ഉണ്ടാക്കണ്ട. സ്കൂളിൽ പോയി ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അങ്ങനെ ഹീറോയിനെ ഡ്രോപ്പ് ചെയ്തു ഹീറോയിൻ ഡാഡി സ്കൂളിൽ ഡ്രോപ്പ് ചെയ്ത് പോയി. എന്ത് ചെയ്യാം? ഇങ്ങനെ ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുമായിരുന്നു. ക്ലാസ്സിൽ എങ്ങനെ ക്ലാസ് നന്നായിട്ട് കഴിഞ്ഞു. ഡാഡി വന്ന് ഡ്രോപ്പ് ചെയ്യാൻ പോയി. അപ്പോൾ ഹീറോയിൻ പീറ്റേഴ്സ് മെമ്പർ വീഡിയോസ് നോക്കി കിടന്നുറങ്ങിയായിരുന്നു. അതെ, പീറ്റേഴ്സ് മെമ്പർ 7 പേർ വീഡിയോസ് നോക്കി ഹീറോയി ഉറങ്ങി. ഡ്രീമായി. ഇപ്പോൾ ഹീറോയ്ക്ക് ഡ്രീം കാണാൻ തുടങ്ങി. ഇത് സ്കൂളാ? ഇതേത് സ്കൂളാ? അങ്ങനെ അകത്ത് വരാൻ തുടങ്ങിയായിരുന്നു. എല്ലാ ഗേൾസും ഉണ്ടായിരുന്നു. ഹീറോയുടെ ഫ്രണ്ട്സ് എല്ലാം ഉണ്ടായിരുന്നു. ഡ്രീമായിരുന്നു. ഇത് ഡ്രീം സ്റ്റോറിയാണ് എന്ന് പറയുമ്പോൾ. അങ്ങനെ ഹീറോ ഇങ്ങനെ പോയി ക്ലാസ് പോയിട്ട് നോക്കുമ്പോൾ മച്ചി നമ്മളെ ക്ലാസ്സിൽ പ്രൊപ്പോസ് വരാ. മറിയാതിലിരുന്നു. ഇല്ല ടീച്ചറെല്ലാം നമ്മളെ തലയിൽ ബുക്കിന് ഹോംവർക്ക് ചെയ്തു. ഹോംവർക്കാ? ശരി, വാ നമുക്ക് പോകാം. ഹീറോ ഇരിക്കുക. ഹോംവർക്ക് എന്ത് ക്ലാസ്സിൽ നമുക്ക് തന്നിട്ടില്ലല്ലോ. ഏത് ഇംഗ്ലീഷാ? എടി മണ്ടി, മാത്സ്. എന്ത് മാത്സാ? ആരുടെ എടുക്കുന്നേ? എടി മണ്ടി, മറന്നുപോയേ. നമ്മളെ ആറും സാറാണ് നമുക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. ഞങ്ങളുടെ മാത്സ് സാർ ജിന്നാണ്, മനസ്സിലായോ? ഇല്ല, ഞങ്ങളെ ടെൻഷനൊക്കെ. വാ. ജിന്നാറമ്മ, ഇതേ പേര് ഇല്ലല്ലോ. വാടി. ഈ സ്കൂൾ കുറച്ച് വ്യത്യാസമായിട്ടുണ്ടല്ലോ. അടി പാവി, നമുക്ക് പോവാ. അങ്ങനെ ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ല. അടിപ്പാവി, സ്കൂളല്ലടി, ഇത് കോളേജ് മണ്ടി. എന്ത് കോളേജാ? നമ്മ ഇപ്പോൾ സ്കൂളല്ല പഠിക്കുക. ഏയ്, നിനക്ക് മണ്ടി പോയോ? എന്തടി നീ പറഞ്ഞത്? എടി മണ്ടി, നമ്മ ഇപ്പോൾ കോളേജ് പഠിക്കുന്നതാ, സ്കൂളല്ല. നീ തളയിലെന്തോ അടി വെട്ടിയോ? എനിക്ക് എന്തോടെ നടക്കുന്നത്? അങ്ങനെ കോളേജ് വന്ന് എല്ലാവരും ഇരുന്നു. ഏയ് സാറ് വരാ. അങ്ങനെ ഫസ്റ്റ് പീരീഡ് നമ്മൾ ആറം പറഞ്ഞ ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു. ആറം വന്നു. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഗുഡ് മോർണിംഗ് സർ. ഈ ഷാക്കായി. ഇത് കിം നഞ്ചുൻ ആറമാണ്. ഇവനെന്ത് പ്രൊഫസറായോ? ഇതെന്ത് റിയൽ ആണോ? അയ്യോ, എനിക്ക് മനസ്സിലാവില്ല. ആറം ക്ലാസ് എടുത്തു. പ്രിയ. സർ, ഞാൻ തന്ന ഇംഗ്ലീഷ് നോട്ട്ബുക്ക് എടുത്തോ? സർ, എടുത്തു വന്നു. ഇന്നലെ എന്താ ബുക്ക് എടുത്തോണ്ട് വരാത്തത്? സർ, അത് വീട്ടിൽ മറന്നു. ശരി, ഇനി നേരെ ബുക്ക് കൊണ്ടുവരണം, മനസ്സിലായാ? ഞാൻ ശരി, ഓക്കെ. ഇപ്പോൾ ഞാൻ ബോർഡിൽ എഴുതി തരും. ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് തന്നിട്ടില്ലേ? എല്ലാവരും ബുക്ക് ഇവിടെ കൊണ്ടുപോയി. ശരി സർ. ഹീറോ ഹോംവർക്ക് ചെയ്താ? എന്ത് മച്ചി ഹോംവർക്ക്? ഇത് ഇങ്ങനെ ബുക്കിൽ ഇടുമ്പോൾ ഹീറോ എഴുതിയിട്ടുണ്ട്. ഞാൻ എഴുതുന്നില്ലല്ലോ, ഇതിൽ ഞാൻ പഠിക്കുന്നതാ. അങ്ങനെ എഴുതി. ആറാം പറഞ്ഞു വെരി ഗുഡ്, എപ്പോഴും അത് നന്നായിട്ട് എഴുതി, കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞു. ഹീറോയ്ക്ക് ഞാൻ ഇംഗ്ലീഷിൽ വീക്കല്ലോ, എങ്ങനെ എനിക്ക് ഇംഗ്ലീഷ് എഴുതുന്നറിയൂ? ശരി, ഓക്കെ. അങ്ങനെ ഹീറോ നന്നായിട്ടായി. അങ്ങനെ ആറാം പോയി ക്ലാസ് എടുത്ത്. ജിന്നും ക്ലാസ് എടുക്കാൻ തുടങ്ങി. ഹീറോയൊക്കെ കൺഫ്യൂസ് ആയി. അങ്ങനെ ആയിട്ട് നെക്സ്റ്റ് ഷുഗ ക്ലാസ് എടുക്കാൻ തുടങ്ങി. അങ്ങനെ ജെഹൂപ്പ് ക്ലാസ് ആയിരുന്നു. ജെഹൂബിൻ്റെ ക്ലാസ്. ജെഹൂബ് സർ ക്ലാസ് എടുക്കാം, നമ്മൾ പോവാ.
ക്ലാസ്സാ എന്ത് ക്ലാസ് മച്ചി ഇന്ന് നമുക്ക് ഡാൻസ് ക്ലാസ് ജഹു നമുക്ക് ഡാൻസ് ടീച്ചറാണ് മറന്നുപോയോ ഓ ഡാൻസ് ടീച്ചറാ അങ്ങനെ ജേഹുബനുമായിട്ട് പോയി ഡാൻസ് പഠിക്കായിരുന്നു ഹീറോയ്ക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ല ഒരുമാതിരി ഡാൻസ് കളിക്കുക ജേഹു പറഞ്ഞു നല്ല ഡാൻസ് കളിച്ചിട്ടുണ്ട് ഇപ്പം എന്താ ഡാൻസ് ജേഹുബ് ഡാൻസ് പഠിക്കും എല്ലാവരും ഡാൻസ് കളിക്കുക ഇത് കണ്ട് ഹീറോയി ഡാൻസ് കളിക്കുമായിരുന്നു എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല ഡാൻസ് കഴിഞ്ഞു അങ്ങനായിട്ട് എടി മച്ചി നമുക്ക് ജിമിനി സാറിനെ കാണാം ജിമിനി സാറാ അതെന്ത് സാർ പഠിപ്പിക്കാം അയ്യോ മരം മണ്ടി എന്താ ക്ലാസ് അറിയില്ല നമുക്ക് എടി ജിമിനി സാറാണ് ഈ കോളേജിൻ്റെ പ്രിൻസിപ്പൽ എന്ത് പ്രിൻസിപ്പളാ അതെ സാറ് വിളിച്ചായിരുന്നു വാ പോവാ എന്ത് പ്രിൻസിപ്പളാ ഗുഡ് മോർണിംഗ് സാർ ഗുഡ് മോർണിംഗ് എന്താ സാർ ഇതാ നിനക്ക് ഒരു കത്ത് വന്നിട്ടുണ്ട് കത്താ എന്ത് ഒരു ലവ് ലെറ്റർ തരുന്നതാ അല്ലല്ല ചാച്ചാ എനിക്ക് അതിന് ലവ് ലെറ്റർ തരൂ അങ്ങനെയല്ല കത്ത് എടുത്തുകൊണ്ട് വന്നു ജിമ്മിന് സ്മക്ക് ചെയ്തായിരുന്നു ഹീറോയ്ക്ക് ഒന്നും നടന്നത് അറിയില്ലായിരുന്നു കത്ത് മോളെ നിനക്ക് ഞാൻ നാളെ നിനക്ക് ഡ്രസ്സ് അയക്കൂ നീ നാളെ പോയിട്ട് എടുത്തുകൊണ്ട് പോവാ എന്നെ ഹീറോയിൻ്റെ മമ്മി ഡാഡി അയച്ചിരുന്നു ഡ്രസ്സാ മമ്മി എനിക്ക് ഫോൺ ചെയ്ത് വിളിക്കുമല്ലോ ഇതിലേന്ന് എനിക്ക് ഡ്രസ്സ് അയച്ചാ ഫോൺ വിളിക്കുമായിരുന്നു നീ ഫോൺ എടുത്തില്ല അങ്ങനെ ഒരു കത്തിലുണ്ടായിരുന്നു ശരി അങ്ങനെ ആയിട്ട് മച്ചി എന്താ എടി മണ്ടി നമുക്ക് എന്നൊരു സാറിന് മീറ്റ് ചെയ്യണ്ടേ എന്നൊരു സാർ ആര് കിംടായ മ്യൂസിക് ടീച്ചർ എന്ത് മ്യൂസിക് ടീച്ചറാ വാ പോവാ അങ്ങനെ മ്യൂസിക് ടീച്ചറിനെ മീറ്റ് ചെയ്യാൻ പോയി അങ്ങനെ ക്ലാസ് എടുത്തു ഹീറോയ്ക്ക് തളേക്കാള് വരില്ല എന്ന് മച്ചി ഇവിടെ നടക്കുന്നത് അങ്ങനെ ക്ലാസ് എടുത്തു കഴിഞ്ഞു അതെ ജിമിൻ പ്രൊഫസറാണ് മാത്രം കുറച്ച് വേറെ ക്ലാസ്സൊക്കെ പഠിപ്പിച്ച് കൊടുക്കും ജങ്കുക്ക് സാർ ഇങ്ങനെ നല്ല കോട്ട് സൂട്ട് ഇട്ടിട്ട് നല്ല സ്റ്റൈലായിട്ട് വരാൻ തുടങ്ങി മച്ചി എടി നമ്മളെ ക്ലാസ്സല്ലടി ഇത് ഡോക്ടർ പഠിക്കില്ലേ ജങ്കുക്ക് സാറ് ഡോക്ടറുമാണ് പ്രൊഫസറാണ് ഇത് ഹീറോയ്ക്ക് ഷാക്ക് എന്ത് ഡോക്ടറാണ് റിയൽ ലൈഫിൽ ഇവർ ഐഡലല്ലോ എന്താ ഇവിടെ നടക്കുന്നത് ഹായ് ജങ്കുക്ക് സ്മോക്ക് ചെയ്തിട്ട് ഇങ്ങനെ കണ്ണടിച്ച് ഒറ്റടിലും അവിടെ നിന്ന് പോയി ഹീറോയ്ക്ക് എൻ്റെ മനസ്സിൽ അഡ്ഡു പൊട്ടി എന്ന് ഹീറോയി പറയാറ്